കാസർഗോഡ് ഒരു സംഭവം ശ്രദ്ധിച്ചിരുന്നു. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും ബൈക്കിൽ സഞ്ചരിച്ചു എന്നുള്ളത് അയാളെ ഒരു കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നത് ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ അവിടെ വർഗീയ കലാപം ഉണ്ടാകും. അപ്പോൾ ബൈക്കിലൊരു ഇതര മതസ്ഥരായ ആൾക്കാർക്ക് പോകാൻ പോലും കഴിയാത്തതിലേക്ക് കേരളത്തിലൊരു അവസ്ഥ മാറിയിട്ടുണ്ട്. അല്ല, ആരാ ഉത്തരവാദി? അത് ആരാണ് ഉത്തരവാദി? അതായത് അത് ഒന്നും കൂടെ നിങ്ങളെ ചോദ്യം കൃത്യമല്ലെങ്കിലും അവരാ ഉദ്ദേശം എന്താണ്? ഒരു മുസ്ലിം ബോയും ഒരു നോൺ മുസ്ലിം ഗേളും ഒരുമിച്ച് യാത്ര ചെയ്തു, ഇതാണുള്ള വിഷയം. അതിനെ വർഗീയവൽക്കരിക്കുകയാണ് ഈ പറയുന്ന മറ്റെന്താണ് ലവ് ജിഹാദ്. ആ ലക്ഷ്യം വെച്ചിട്ട് പോകുന്ന ആരാണ്? പോലീസാണ്. പോലീസ് ആരോടാണ് സംസാരിക്കുന്നത്? ഈ പോയ കുട്ടിയെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളോട് പറയുകയാണ് നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരണം. അപ്പോൾ ആ നിലക്ക് കേരളത്തിലെ പോലീസ്, യു പിയിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ട് പച്ചയായിട്ട് പോലീസ് ഇടപെട്ട് എന്ന് വരില്ല. കേരളത്തിൽ അങ്ങനെ ഇടപെടാൻ പോലീസിന് ശക്തി നൽകുന്നത് ആരാ? അവിടെയാണ് പി ശശിയുടെ സാന്നിധ്യം ഞാൻ ഈ പറയുന്നത്. എല്ലാ മേഖലകളിലും പോലീസിൻ്റെ അകത്ത് ഈ RSS വൽക്കരണം നടത്തി ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കണം. അതിന് ഞാൻ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് CPM-നെ വഴിതിരിച്ച് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കുതിരശക്തിയായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പോലീസാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവസാനം മജിസ്ട്രേറ്റിന് പറയേണ്ടി വന്നില്ലേ എന്തടിസ്ഥാനത്തിലാണ് ഈ പെറ്റീഷൻ വന്ന പോലീസിന് കോടതി വിട്ട് പോകേണ്ടി വന്നില്ലേ? നേരിട്ട് 164 സ്റ്റേറ്റ്മെൻ്റ് എടുത്തില്ലേ? അപ്പോൾ ഇത്തരം വൃത്തികെട്ട വർഗീയത കേരളത്തിൻ്റെ പോലീസിനകത്ത് നടത്തുകയാണ്. അത് വീണ്ടും പോലീസിൻ്റെ ചോദിച്ചല്ലോ മജിസ്ട്രേറ്റ്, നിങ്ങൾക്ക് എന്ത് സമ്മർദ്ദമാണുള്ളതെന്ന്. ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തല്ലോ. പക്ഷെ അതൊന്നും വാർത്തയാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ് ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പുറത്തേക്ക് വരേണ്ടത്. നമുക്ക് ആകെ നാട്ടിലുള്ള എന്താ, സമാധാനമായിട്ട് ജീവിക്കാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം ഇവിടുന്ന് കഴിഞ്ഞാൽ നാട്ടിലേക്കൊന്നും സമാധാനമായി വരാമെന്നാണ് ആരും ആഗ്രഹിക്കുന്നത്. ആ സമാധാനം കെടുത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ എത്തിക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ മുഖ്യമായ വിഷയം. അതിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ പങ്ക് വഹിക്കാനുണ്ട്. പത്രക്കാരെന്ന നിലക്ക്, രാഷ്ട്രീയത്തിനപ്പുറം ഒരു മലയാളി എന്ന നിലക്ക്, ഒരു ഇന്ത്യൻ എന്ന നിലക്ക് നിങ്ങൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട്. ആ പങ്ക് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അതിൽ നിലപാടെടുത്താൽ ഈ വർഗീയ ശക്തികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ശേഷിയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതുതന്നെയാണ് നമ്മളെ പൊളിറ്റിക്കൽ എയിം. ആ എയിം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തൃണമൂലുമായിട്ടുള്ള അടുത്ത അങ്ങനെ ഒന്നും പറയാനായിട്ടില്ല. ഇല്ലല്ല, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊടുത്തിരിക്കുന്ന എപ്പോഴും കാർഡുകൾ എപ്പോഴും മനസ്സ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും പുറത്തിറക്കാറില്ല, എല്ലാം ഒരു ചെറിയ ചെറിയ രീതിയിലാണ്. എന്താണ് ഇപ്പൊ അല്ല, എനിക്കതിൽ തിരക്കില്ല. ഡൽഹിയിൽ ഒരാഴ്ചയായി അൻവർ ഡൽഹിയിലുണ്ട്. കോൺഗ്രസ് നേതാക്കളെ കാണുന്നു, തൃണമൂൽ നേതാക്കളെ കാണുന്നു, ആപ്പിന്റെ നേതാക്കളെ കാണുന്നു. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കളായി സംസാരിക്കുന്നു. അൻവർ തന്നെ പറയുന്നു നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ പാർട്ടിയിലേക്ക് പോകും. അല്ലല്ല, ഞാനതിൽ നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു പാർട്ടിയാക്കി ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രയാസമില്ല, അതൊക്കെ അറിയാലോ. അപ്പോൾ നമ്മളിതിൽ വേറെയും പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നല്ല പൊട്ടൻഷ്യലുണ്ട്, തമിഴ്നാട്ടിൽ പൊട്ടൻഷ്യലുണ്ട്, കർണാടകയിൽ അതിലേറെ പൊട്ടൻഷ്യലുണ്ട്, ഗോവയിൽ പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ഈ 3-4 സ്റ്റേറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ പഴയ ബന്ധങ്ങളും നമ്മളെ സുഹൃത്തുക്കളും ഇപ്പോൾ നിലവിൽ ഡെസ്പറേറ്റായിട്ട് നിൽക്കുന്ന ആളുകൾ, ഡെസ്പായി നിൽക്കുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സും പല പാർട്ടിയിലുണ്ട്. അവരെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്കൊക്കെ മോശമല്ലാത്ത ഒരു റെപ്രസെൻറ്റേഷൻ അവരുടെ സ്റ്റേറ്റുകളിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിലനിൽക്ക് അവർക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടെ ഈ തണുപ്പത്ത് നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വെരിഫൈ ചെയ്യണ്ടേ. നമ്മളിപ്പോൾ കർണാടകയിലെ 4 MLA-മാരുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ 4 MP-മാരുടെ മുൻ പേര് പറഞ്ഞു. ഈ പറയുന്ന പാർട്ടികൾക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ. നമ്മൾ ഗോവയിൽ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ നമ്മൾ വേറെയാണ്, അത് അവർക്ക് വെരിഫൈ ചെയ്യണം. തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികൾ, കൊച്ചു എന്താ പറയുക, മുൻ വലിയ ആനവെടി വെച്ച തോക്കാന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വലിയ ശക്തി ഉണ്ടായിരുന്ന പല നേതാക്കളും സൈഡ് ലൈൻ ചെയ്തിട്ട് അവർക്ക് ഒരു രക്ഷയും ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു ഊന്നുവടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കേരളത്തിൽ സൈഡ് ലൈൻ ചെയ്ത അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നില്ല, ഞാൻ പ്രഖ്യാപനത്തിൽ തിരക്കില്ല സുഹൃത്തെ. നമുക്ക് നോക്കാം. തിരക്കില്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ തന്നെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത്.
ഏതായാലും ഒരു ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇനിയുള്ള പ്രവർത്തനം. അല്ല, അതുകൊണ്ടാണല്ലോ ഒരു ഡൽഹി രാഷ്ട്രീയത്തിലൊരു നോട്ടമുണ്ടല്ലോ, സത്യമുള്ളൂ. നമ്മളുടെ ഒരു പ്രാദേശികമായ വിഷയം മാത്രമല്ലല്ലോ, നമ്മുടെ രാജ്യം നേരിടുന്ന വിഷയം എന്താണ്? നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർന്നു വരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആസ് എൻ ഇന്ത്യൻ എന്ന നിലയ്ക്ക് എനിക്കും അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയൊന്നും കാണൽ എൻ്റെ മോറൽ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അപ്പോൾ അതിലെന്തെങ്കിലും മണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ ചെറിയൊരു സംഭാവന ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ ഈ 3-4 സ്റ്റേറ്റിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആലോചിക്കില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ.